ഒരു ഫിത്നയിൽ നമ്മൾ അകപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഖൽബിന് ഒരു രോഗം ബാധിക്കുകയാണ്. അത് ബിദ്അത്താവട്ടെ, ഷിർക്കിന്റെ അംശങ്ങളാവട്ടെ, റിയാ ആവട്ടെ, ഉജ്ബാവട്ടെ, ഷഹ്വത്തുകളാവട്ടെ, ഹസദാവട്ടെ, ഹഖദാവട്ടെ, ഇഷ്ഖാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനയാവട്ടെ, ഒരു ഖൽബിന് ബാധിക്കുന്ന രോഗം ബാധിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താനാവാത്ത ഒരാളാണെങ്കിൽ ഖുർആനിലേക്ക് മടങ്ങാം. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും പാരായണം ചെയ്യാം. ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന്റെ തഫ്സീറുകൾ മനസ്സിലാക്കാൻ നോക്കുക, അർത്ഥം മനസ്സിലാക്കാൻ നോക്കുക, ചിന്തിക്കുക. ഈ ലോകത്തുള്ള ഒരു വൈദ്യനും ഈ ലോകത്തുള്ള ഒരു മരുന്നിനും മാറ്റാൻ പറ്റാത്ത രോഗങ്ങൾ ഖുർആൻ കൊണ്ട്, പ്രത്യേകിച്ച് ശരീരവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഖൽബിന്റെ രോഗങ്ങൾ, ടെൻഷൻ ആവട്ടെ, ഹമ്മാവട്ടെ, ദുഃഖമാവട്ടെ, ടെൻഷൻ ആവട്ടെ, പേടിയാവട്ടെ, എന്ത് ഖൽബിനെ ബാധിക്കുന്ന രോഗത്തിനും ഷിഫ ഖുർആനിൽ നിന്ന് ലഭിക്കില്ല. ഖുർആനിൽ നിന്ന് ലഭിക്കില്ല. അത് അങ്ങനെ ബാധിക്കുന്ന ആളുകൾ അവർ ശ്രമിക്കണം. ഖുർആനിന് വേണ്ടി സമയം മാറ്റി വെച്ച് അത് മുഴുകി കഴിഞ്ഞാൽ അവന്റെ ഖൽബ് എത്ര കടുത്ത ഖൽബാണെങ്കിലും അത് പൊട്ടി തകരുന്നത് അവന് കാണാൻ സാധിക്കും, അത് മാറുന്നത് അവന് കാണാൻ സാധിക്കും. അത് പിന്നെ നമ്മൾ അനുഭവിച്ചറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഷിഫ എന്ന് പറഞ്ഞാൽ ഷിഫ അല്ലാഹുവിന്റെ കലാമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശുഭത്തുകളോ ശഹവത്തുകളോ നമ്മുടെ ഖൽബിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഖുർആനിലേക്കാണ് നാം മടങ്ങേണ്ടത്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇടയ്ക്കെല്ലാം വായിക്കാറുള്ള ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ആദാബുൽ ഹസനുൽ ബസ്വരി വസുഹുദുഹു വ മവാഇദുഹു, ഹസനുൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അഫറുകൾ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബാണ്. അതാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം ഇപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന ഫസ്ല് എന്നുള്ളത് തസന്നു, അഥവാ ആളുകളെ കാണിക്കാനും ആളുകൾ അറിയാനും വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന അസറുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്തത് വകാന യഖൂൽ ഹസൻ ബസ്രി റഹിമഹുല്ലാ റുവിയ അന്ന സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കൽ സഈദ് ഇബ്നു ജുബൈർ റഅ റജുലൻ മുതമാവിതൻ ഫിൽ ഇബാദ, ഇബാദത്തിൽ തമാവുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസവുഫിന്റെ ആളുകൾ അഥവാ സൂഫികൾ ഇബാദത്ത് ധാരാളം ചെയ്യും. അഥവാ ഒരു ഇൽമും ഇല്ലാതെ ബിദ്അത്താണെങ്കിലും അതല്ലാതെയും ചെയ്ത് ഒരു മയ്യിത്ത് പോലെ ആകുന്ന അവസ്ഥ, അഥവാ വേറൊരു വികാരങ്ങളോ വിചാരങ്ങളോ ഇല്ലാതെ ഇബാദത്തിന്റെ അങ്ങേയറ്റത്തിൽ മുഴുകി ആ രീതിയിലാകുന്ന ഒരവസ്ഥ, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മരിച്ച അവസ്ഥയിൽ ഇബാദത്ത് ചെയ്യുന്നവർ, അങ്ങേയറ്റത്തെ അവസ്ഥയിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല ഇബ്നു അഖി, ഏ സഹോദര, ഇന്നൽ ഇസ്ലാമ ഹയ്യുൻ, ഇസ്ലാം എന്നുള്ളത് ജീവനുള്ളതാണ്, അഥവാ നിലനിൽക്കുന്നതാണ്. ഫഅഹ്യി, നീ അതിനെ ജീവിപ്പിക്കുകയാണ് വേണ്ടത്. വലാ തുമിത്ഹു, നീ അതിനെ കൊല്ലരുത്, അഥവാ ഇതുപോലെയല്ല നീ അത് ചെയ്യേണ്ടത്. ഇസ്ലാമിൽ എന്താണോ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, എന്താണ് ഇസ്ലാമിലുള്ളത്, അതാണ് നീ ചെയ്യേണ്ടത്. അതല്ലാതെ അതിനെതിരായി കൂടുതൽ ചെയ്ത് എന്നുകൊണ്ട് നീ അതിനെ ജീവിപ്പിക്കുന്നില്ല, നീ അതിനെ കൊല്ലുകയാണ്, നീ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അമാതക അല്ലാഹു വലാ അഹ്യാക്, നിന്നെ അള്ളാഹു മരിപ്പിക്കുന്നതാണ്, പിന്നെ ജീവിപ്പിക്കുകയില്ല. അഥവാ ദീനിന്റെ വിഷയത്തിൽ നിന്ന് തെറ്റിക്കുന്നതാണ് എന്ന് താക്കീത് ചെയ്യുക ഉണ്ടായി. അപ്പൊ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെയ്തു എന്നുള്ളതല്ല അടിസ്ഥാന കണക്ക്, എത്ര കൂടുതൽ ചെയ്തു എന്നുള്ളതല്ല, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു എന്നതാണ് വിഷയം. അഥവാ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഏത് കർമ്മവും ചെയ്യേണ്ടത്. وكان الحسن يروي أن عائشة رضي الله عنها, അതുപോലെ തന്നെ ഹസൻ ബസ്രി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവമാണ്, ആയിഷ റളിയല്ലാഹു അൻഹ റഅത് റജുലൻ മുതമാവിതൻ, ഇതുപോലെ തന്നെ ഇബാദത്തിൽ അങ്ങേയറ്റത്തെ ഒരവസ്ഥയിൽ ചെയ്യുന്ന ഒരാളെ കണ്ടു. ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മാ ബാലു ഹാദാ, എന്താണ് ഇയാളുടെ അവസ്ഥ, എന്താണ് ഇയാളുടെ അവസ്ഥ? ഖാലു ഇന്നഹു സ്വാലിഹുൻ, അപ്പോൾ ആളുകൾ പറഞ്ഞു സ്വാലിഹായ ഒരു വ്യക്തിയാണ്, കുറെ ഇബാദത്ത് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ്, വേറൊരു വികാരം ഇല്ലാതെ ജീവിക്കുന്ന. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഖാലത്ത് ലാ ബഅദല്ലാഹു ഗൈറഹു, അവനെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ അകറ്റുക. കാന ഉമർ റളിയല്ലാഹു അൻഹു അസ്ലഹ മിൻഹു, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വ്യക്തിയേക്കാൾ നല്ല സ്വാലിഹായിട്ടുള്ള വ്യക്തിയായിരുന്നു.
വകാന ഇദാ മശാ അസ്റഅ. ഉമർ റളിയല്ലാഹു അൻഹു നടക്കുന്ന സമയത്ത് വേഗത്തിലൊക്കെ നടക്കാറുണ്ടായിരുന്നു. അഥവാ നേരത്തെ പറഞ്ഞല്ലോ, തമാവുത്ത് എന്ന് പറഞ്ഞാൽ തസവൂഫിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ ഒരു മരിച്ച അവസ്ഥയിൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓരോന്നും ഒരു പ്രത്യേക രീതിയിലായിരിക്കും. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു നടക്കുമ്പോൾ സാധാരണ പോലെ വേഗത്തിലും മറ്റും നടക്കാറുണ്ടായിരുന്നു. വഇദാ ളറബ ഔജഅ. ഇനി എന്തെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേദന എടുക്കുമായിരുന്നു. അതോ ഒരു വികാരമില്ലാത്ത ഒരാളായിരുന്നില്ല. വഇദാ അത്അമ അശ്ബഅ. ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്കെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു വയറ് നിറച്ച് കഴിക്കാറുണ്ട്. ഫദഉ അത്തസന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കാട്ടിക്കൂട്ടൽ, ഇല്ലാത്ത ദീന്റെ കാട്ടിക്കൂട്ടൽ നിങ്ങൾ ഒഴിവാക്കണം. ഫഇന്ന അല്ലാഹ ലാ യഖ്ബലു മിൻ മുതസന്നിഇൻ അമലൻ. ആളുകളെ കാണിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യുന്ന ആളുകളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം നമുക്കറിയാം, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇത് തസന്നു എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ, ആളുകൾ നമ്മളെ പറ്റി പറയാൻ, ആളുകളുടെ ഇടയിൽ നമ്മൾ പ്രശസ്തനാവാൻ, ഇതിനൊക്കെ ചെയ്യുന്നതാണ്. ഇത് അള്ളാഹു സ്വീകരിക്കുകയില്ല. വകാന യഖൂൽ. അതുപോലെ തന്നെ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് സ്വഹാബികളിൽ നിന്ന്, സ്വാലിഹ്യങ്ങളായിട്ടുള്ള മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ടായിരുന്നു. അവർ പറയുന്ന ഒരു വാക്ക് അഫ്ദലു സുഹദ് ഇഖ്ഫാഉ സുഹദ്. ഏറ്റവും നല്ല സുഹദ്. സുഹദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള വിരക്തി. അത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇഖ്ഫാഉ സുഹദാണ്. സുഹദിനെ മറച്ചു വെക്കലാണ്. സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെയധികം റിയാ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആളുകൾക്കിടയിൽ കുറച്ച് സാഹിദാണ്, ദുനിയാവിനോട് വിരക്തിയുള്ള ആളാണെന്ന് ആളുകൾ അറിയുക എന്നുള്ളത് ഒരാൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടം. അത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. അപ്പൊ സുഹദിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പറഞ്ഞാൽ താനൊരു ഭൗതിക വിരക്തിയുള്ള, ദുനിയാവിനോട് വിരക്തിയുള്ള ആളാണ് എന്നത് ആളുകളുടെ മുമ്പിൽ മറച്ചു വെക്കുക എന്നതാണ് ഏറ്റവും നല്ല സുഹദ്. ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് ആളുകൾ അറിയണമെന്നൊരാൾ വിചാരിച്ചാലോ അതിലൊരു കാര്യമില്ല. അവനെ പിന്നെ അമൽ സുഹദ് ഒരു ഇബാദത്താണ്. അതിന് യാതൊരു കാര്യവും ഇല്ലാതെ പോകും. ഏത് അമലിനും ബാധകമായിട്ടുള്ള കാര്യമാണ്. വകാന യഖൂൽ. അദ്ദേഹം പറയുമായിരുന്നു, മൻ തസയ്യന ലിന്നാസ് ബിമാ ലാ യഅലമുഹു അല്ലാഹു മിൻഹു ശാനഹു ഇൻദല്ലാഹി ദാലിക്. ആരെങ്കിലും ജനങ്ങളുടെ മുൻപിൽ അവൻ ഇല്ലാത്ത, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമായിരിക്കുമ്പോൾ അവൻ ഇല്ലാത്തൊരു കർമ്മം അത് ജനങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരുത്തൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ നിന്ദ്യനായി പോകുന്നതാണ്. ചില ആളുകളെ കാണാൻ സാധിക്കും, അവർ ചെയ്യാത്ത കർമ്മങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചോട്ടെ, അല്ലെങ്കിൽ ആളുകൾ വിചാരിച്ചോട്ടെ എന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ. അങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇല്ലാത്തത് കാണിക്കാൻ ഒരാൾ നിന്നാൽ ആ വിഷയത്തിൽ അള്ളാഹു അവനെ നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. വകാന യഖൂൽ തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ. ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, തഫക്കുറു സഅത്തിൻ, ഒരു മണിക്കൂർ അല്ലെങ്കിൽ അല്പസമയം ഉറ്റാലോചിക്കുന്നതാണ്. ഉറ്റാലോചിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഖുർആനിനെ കുറിച്ചും ദീനിനെ കുറിച്ചും അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചും അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ കുറിച്ചും എല്ലാം ഉറ്റാലോചിക്കുക എന്നത് ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ, രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. ഇവിടെ രാത്രി നിസ്കാരത്തിന് ശ്രേഷ്ഠതയില്ല, നന്മയില്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ ഇതേപോലെ തന്നെ മറ്റു പലരും പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് 2 റക്അത്ത് നിസ്കാരം. അവൻ ശ്രദ്ധയോടുകൂടി അവൻ പാരായണം ചെയ്യുന്ന ഖുർആനിനെ ആലോചിച്ച് അത് മനസ്സിലാക്കി അങ്ങനെ ചെയ്യുന്ന 2 റക്അത്ത് നിസ്കാരമാണ് അശ്രദ്ധയോടുകൂടി നിസ്കരിക്കുന്ന, രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രത്യേകിച്ചു നമ്മുടെ ദീനിൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള എത്രയോ ആയത്തുകൾ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തഫക്കുറുള്ളവരാകുന്നില്ലേ? നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു തആല ദീനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യം ആലോചിക്കുക. കാരണം ആലോചിച്ചാൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? പുരോഗതി ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരാൾ അവന്റെ ദീനിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുന്നില്ല വെക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല വിചാരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന് നമ്മുടെ മേലെയുള്ള അധികാരത്തിനെയും അള്ളാഹുവിന് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ഹക്കിനെയും കുറിച്ച് ആലോചിക്കുന്നില്ല വിചാരിക്കുക. അവനെങ്ങനെ ദീനിൽ പുരോഗതി ഉണ്ടാവുക? അവനെങ്ങനെ ഈമാനിൽ പുരോഗതി ഉണ്ടാവുക? അവനെങ്ങനെയാണ് അവന്റെ തിന്മകളെയും നന്മകളെയും വേർതിരിക്കാൻ സാധിക്കുക? അവനെങ്ങനെയാണ് അവന്റെ തിന്മകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ സാധിക്കുക? സാധിക്കില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഉറ്റാലോചിക്കുന്ന ആളുകളായിരിക്കണം. അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. വകാന യഖൂൽ, അതുപോലെ അദ്ദേഹം പറയാറുണ്ട്,
ഇൻ കാന ഫിൽ ജമാഅത്തി ഫദ്ലുൻ ഫഇന്ന ഫിൽ ഉസ്ലതി അസ്സലാമ. ഇൻ കാന ഫിൽ ജമാഅത്തി ഫദ്ലുൻ, ആളുകൾ ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത് അതിൽ ഫദ്ലുണ്ട് എങ്കിൽ ഫഇന്ന ഫിൽ ഉസ്ലതി, ഒറ്റക്കാവുക എന്നുള്ളത് സലാമത്ത്, അതിലൊരു സുരക്ഷിതത്വമുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള ഒരു വിഷയമാണ്, ആളുകളോടൊപ്പം ഒരുമിച്ച് ഇടപഴകി ജീവിക്കുന്നതാണോ അതല്ല നമ്മുടെ ദീനിന്റെ കാര്യങ്ങൾ നോക്കി മാറി ജീവിക്കലാണോ ഏറ്റവും അഫ്ദലായിട്ടുള്ളത്? രണ്ടഭിപ്രായവും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ രണ്ടും കൂടി ജമഅ ചെയ്ത് പറഞ്ഞ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള വിഷയം, ഫിത്ന ഇല്ലാത്ത ഒരു സന്ദർഭമാണെങ്കിൽ, അഥവാ നമ്മുടെ ദീന് അപകടത്തിൽപ്പെടാത്ത ഒരു സന്ദർഭമാണെങ്കിൽ, ശുഭത്ത് കൊണ്ടാവട്ടെ ഷഹ്വത്തുകൾ കൊണ്ടാവട്ടെ, ദീനിന് അപകടം പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ ആളുകളുമായി ഇടപഴകി നമ്മൾ ജമാഅത്തിനോടൊപ്പം കൂടി നമ്മൾ പരമാവധി നന്മയുണ്ടാക്കാനും നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകണം. ഇനി അതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് നമ്മുടെ ദീനിന് വലിയ ദോഷം ബാധിക്കും എന്ന് ഉറപ്പുള്ള ഒരു സന്ദർഭമാണെങ്കിൽ അത് സുരക്ഷിതമായിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ ദീന് നോക്കി മാറി നിൽക്കലാണ്. അപ്പോ ആളുകളോടൊപ്പം കൂടുന്നതിൽ ഫദ്ലുണ്ട്, എന്നാൽ ചില സന്ദർഭത്തിൽ മാറി നിൽക്കലും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് രീതിയിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. പിന്നെ സലഫുകളിൽ കാണാറുള്ള ഒരു കാര്യമാണ്, അവരിങ്ങനെ ജമാഅത്തിലും ബാക്കിയുള്ള പൊതുകാര്യങ്ങളിലും ഇടപഴകുമെങ്കിലും ചില സഹാബികളിലും സലഫുകളിലും കാണാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ 1-2 ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ചു നേരമെങ്കിലും അവർ ഈ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സമയം ഉസ്ലത്ത് എന്ന് പറയും. ഉസ്ലത്ത് ഒരു ഇബാദത്താണ്. കാരണം അത് കൂടുതൽ തഫക്കുറിനും കൂടുതൽ ചിന്തിക്കാനും നമ്മുടെ ഹിസാബ്, നമ്മുടെ സ്വന്തത്തിനെ വിചാരണ ചെയ്യാനും നമുക്ക് സാധിക്കും, നമ്മൾ ഈ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അപ്പൊ ഉസ്ലത്ത് എന്നുള്ളതിൽ അസ്സലാമത്ത്, സുരക്ഷിതത്വമുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ولقد روي أن أبا هريرة مر بمروان بن الحكم. ഒരു റിവായത്ത് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മർവാൻ ഇബ്നു ഹക്കം എന്ന താബിഈ, വളരെ താബിഈകളിൽ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ അടുത്തുകൂടെ പോകുന്ന സന്ദർഭത്തിൽ വഹുവ യബ്നി ദാറഹു. അപ്പൊ മർവാൻ ഇബ്നു ഹക്കം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വീട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ വീട് നമുക്കറിയാം എത്രത്തോളം ഉണ്ടാവും, ആ രീതിയിൽ വീട് ഉണ്ടാക്കുക. ഫഖാല, അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈഹൻ അബ അബ്ദുൽ ഖുദ്ദൂസ്, അബു അബ്ദുൽ ഖുദ്ദൂസ് ഇബ്നു ശദീദൻ, നീ കുറച്ച് കുറച്ച് കട്ടിയുള്ള ഒരു വീട് ഉണ്ടാക്കി. അത് ഉദ്ദേശിച്ചത് വലിയ വല്ല സൗകര്യവും വിശാലതയും ഉള്ളതല്ലാത്ത, നിനക്ക് ആവശ്യമുള്ളത് മാത്രമുള്ള ഒരു വീട് ഉണ്ടാക്കിയാൽ മതി. വഅമ്മിൽ ബഈദൻ, അതല്ല ഉണ്ടാക്കുന്നത് എങ്കിൽ നിനക്ക് എന്തുണ്ടാക്കും? നിനക്ക് വിദൂരമായ പ്രതീക്ഷകൾ അതുണ്ടാക്കും, നല്ല സൗകര്യം ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. വഇശ് ഖലീലൻ, നീ വളരെ കുറച്ച് മാത്രമേ ജീവിക്കുകയുള്ളൂ. വകുൽ ഖബ്മൻ വൽ മൗഇദുല്ലാഹ്, നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കുക, അള്ളാഹുവിന്റെ അടുക്കലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സമയവും സന്ദർഭവും എല്ലാം ഉള്ളത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. പലപ്പോഴും ദുനിയാവിൽ നമ്മെ വളരെയധികം ആകർഷിപ്പിക്കുന്ന പല ആളുകളുടെയും, ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചു വീണ് വളരുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കും അവനൊരു വീടുണ്ടാക്കണം. അപ്പൊ വീടൊരു ആവശ്യമാണ്, ഒരു മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ ഒരു ഇണയും വസ്ത്രവും പോലൊക്കെ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണ് വീട് എന്നുള്ളത്. എന്നാൽ ആ വീട് നമ്മുടെ ആവശ്യത്തിനായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇന്ന് പല ആളുകളും അവരുടെ ആവശ്യത്തെക്കാൾ എത്രയോ ഉപരിയിലാണ് അവർ വീടുകൾ ഉണ്ടാക്കുന്നത്. അവർക്ക് ഒരുപാട് കാലം ദുനിയാവിൽ ജീവിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാലം ഉള്ളതാണ് എന്നുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ നല്ല സൗകര്യവും നല്ല വിശാലതയുള്ള വീടുണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് എന്ത് വർദ്ധിക്കും? ദുനിയാവിനോടുള്ള ഹുബ്ബ് ധാരാളമായി വർദ്ധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നല്ല വീടും സൗകര്യമുള്ള ആളുകൾ മസ്ജിദിൽ വരാൻ തന്നെ എന്താവും, അവർക്ക് കുറവ് തോന്നും. കാരണം മസ്ജിദ് ചിലപ്പോൾ ചെറുതായിരിക്കും. എപ്പോഴും എ സിയിൽ ഇരിക്കുന്ന ഒരാൾ വിചാരിക്കുക, നല്ല സൗകര്യത്തിലുള്ള ആള് ഒരു മസ്ജിദിൽ എ സി ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് മസ്ജിദിൽ വരാൻ എന്തായിരിക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. അതേ സമയത്ത് കുറച്ച് ഞെരുക്കാണെങ്കിലോ അവർക്ക് മസ്ജിദ് കുറച്ച് വിശാലമായി തോന്നും. അതായത് ഭൗതികമായിട്ട് തന്നെ എന്ത് കാര്യമാണെങ്കിലും. അപ്പൊ അത്രയും വിശാലതയും സൗകര്യവും ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ദുനിയാവിൽ കൂടുതൽ കാലം ജീവിക്കാനും കൂടുതൽ പ്രതീക്ഷകളും നമുക്ക് വർദ്ധിക്കും. അപ്പൊ ആവശ്യത്തിന് എന്താണോ അതനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുക, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ഒരാൾ വലിയ വീട് വെച്ച് തെറ്റാന്നല്ല പറയുന്നത്,
പക്ഷെ ഒരാൾ അവന്റെ ദീനിനെ സംരക്ഷിക്കാൻ ദുനിയാവിലുള്ള പ്രതീക്ഷ കുറക്കാൻ ഏറ്റവും ഉത്തമം അതാണ്. എന്നിട്ട് ഓർമ്മിപ്പിച്ചോ അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്, വഇശ് ഖലീലൻ, നീ കുറച്ച് മാത്രമേ ജീവിക്കുകയുള്ളൂ, വകുൽ ഖൗമൻ, നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കുക, വൽ മൗഇദുല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലാണ് നമ്മൾ മടങ്ങി ചെല്ലാനുള്ളത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഖദീമൻ ഉംതുഹിന അന്നാസു ബിതൂലിൽ അമൽ, ആളുകൾ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം തൂലുൽ അമലാണ്. തൂലുൽ അമൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള അമിതമായ പ്രതീക്ഷ. ദുനിയാവ് ഇനി കുറെ ഉണ്ട്, എനിക്കിനി കുറെ കാലം ജീവിക്കാനുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ ഇവിടെ കിട്ടാനുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കും, അതെല്ലാം ഞാൻ നേടും. ഇതുപോലെയുള്ള പ്രതീക്ഷ ധാരാളമായി ഉണ്ടാകലാണ് ജനങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന വളരെ ഗൗരവമായിട്ടുള്ള കാര്യം. അദ്ദേഹം പറയാൻ ഹമ്മാദ് ബിൻ സലമ ബിൻ ദീനാർ വളരെ ശ്രേഷ്ഠനായ സലഫുകളിൽപ്പെട്ട ഇമാമാണ്, അഹ്ലുസുന്നയുടെ ഇമാമിൽപ്പെട്ട വ്യക്തിയാണ്. ഹമ്മാദ് ബിൻ സലമ ഉണ്ടായിരുന്നു, ഹമ്മാദ് ബിൻ സെയ്ദ്, ഹമ്മാദൈൻ എന്ന് പറയും. അഹ്ലുസുന്നയുടെ ഇമാമിൽപ്പെട്ട വലിയ പണ്ഡിതന്മാർ. അദ്ദേഹം പറഞ്ഞാണ്, ഖാല കാന അബൂ ഉസ്മാൻ അന്നഹ്ശലി, മറ്റൊരു സലഫുകളിൽപ്പെട്ട വ്യക്തിയാണ് അബൂ ഉസ്മാൻ അന്നഹ്ദി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അതത് അലയ്യ 130 സന, ഞാൻ 130 വർഷമായി ജീവിക്കുന്നു. അദ്ദേഹം 130ാമത്തെ വയസ്സിലാണ് ഇത് പറയുന്നത്. ഞാൻ 130 വർഷമായി ഇവിടെ ജീവിക്കുന്നു. മാ മിൻ ഷൈഇൻ ഇല്ലാ വഖദ് അൻകർതുഹു ഇല്ലാ അമലി ഫഇന്നഹു യസീദു കുല്ല യൗമിൻ. എന്തൊരു ആഗ്രഹവും ഇച്ഛകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, ഞാൻ അതിനൊക്കെ ഒഴിവാക്കാറുണ്ട്. എന്തെങ്കിലും താല്പര്യങ്ങളോ ഇച്ഛകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാറുണ്ട്. പക്ഷെ ഒന്ന് മാത്രം ഓരോ ദിവസത്തിലും കൂടിയിട്ടുള്ളൂ, ഇല്ല അമലി, എന്റെ പ്രതീക്ഷകൾ, ദുനിയാവിലുള്ള പ്രതീക്ഷകൾ. പല ആളുകൾക്കും പല യുവാക്കളും നമ്മൾക്ക് ധരിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ പല പ്രായമുള്ള ആളുകളോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രായം കൂടുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്താന്നുള്ളത്. അപ്പൊ ദീനൊന്നും അത്ര ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും അറിയോ, ഇനിയും കുറെ കാലം ജീവിക്കുക എന്നുള്ളത്. സാധാരണ യുവാക്കൾക്കാ തോന്നുക ഇനി കുറെ കാലം ഉണ്ട് എന്നുള്ളത്. പക്ഷെ യുവാക്കൾ വിചാരിക്കും പ്രായം കൂടുമ്പോൾ ഒരു 60-70 വയസ്സായി കഴിഞ്ഞാല് ഒരാൾക്ക് തോന്നും ഞാൻ മരിക്കാനായല്ലോ എന്നൊക്കെ തയ്യാറെടുപ്പായിരിക്കുന്നു. അല്ല, ദീനിന്റെ ബോധമില്ല എങ്കിൽ, പരലോകത്തേക്ക് ഒരുങ്ങണമെന്നുള്ള ബോധമില്ലാത്ത ആളുകളാണെങ്കിൽ 60-ാം വയസ്സിലും 70-ാം വയസ്സിലും ഇനിയും കുറെ കാലം ജീവിക്കാനുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് വർദ്ധിക്കുക. നോക്കി നോക്ക്, ഇദ്ദേഹം പറയുന്നത് 130ാമത്തെ വയസ്സിലാണ് പറയുന്നത്, ഓരോ ദിവസവും എനിക്ക് കൂടിയിട്ടുള്ള കാര്യം എന്റെ അമലാണ്, ഈ പ്രതീക്ഷകളാണ് വർദ്ധിച്ചിട്ടുള്ളൂ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് കാണാം. വഖീല, മറ്റൊരു സംഭവം, ജസഅ ബക്കർ ഇബ്നു അബ്ദില്ലാ അലാ ഇംറഅതിഹി ലമ്മാ മാതത് ജസഅൻ ശദീദൻ. ബക്കർ ഇബ്നു അബ്ദില്ലാ എന്നുള്ള ബസ്രയിൽ ഉണ്ടായിരുന്ന ഹസൻ ബസ്രി റഹിമഹുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പത്നി ഭാര്യ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം അതിയായി വിഷമിച്ചു, അതിയായ വിഷമുണ്ടായി. കാരണം ഭാര്യ മരണപ്പെട്ടപ്പോൾ നല്ല സ്ത്രീ ആയിരുന്നു. ഫനഹാഹുൽ ഹസനു അനിൽ ജസഅ, ഹസൻ ബസ്രി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, ഇങ്ങനെയൊന്നും വിഷമിക്കരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതിൽ അദ്ദേഹം പറഞ്ഞു. ഫജഅല ബക്റുൻ യസിഫു ഫദ്ലഹ, അപ്പോ ഈ ബക്കർ ബിൻ അബ്ദുല്ല എന്ത് ചെയ്യാൻ തുടങ്ങി, മരിച്ചുപോയ ഭാര്യയുടെ അവളുടെ ശ്രേഷ്ഠതകൾ പറയാൻ തുടങ്ങി, അവളുടെ നന്മകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരു ഭാര്യയാണ് നഷ്ടപ്പെട്ടത്, മരണപ്പെട്ടത്. ഫഖാൽ ഹസൻ, ഹസൻ ബസ്രി തിരിച്ചു പറഞ്ഞു, ഇൻദല്ലാഹി ഖൈറും മിൻഹാ, അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനേക്കാൾ ഉത്തമമായതുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനേക്കാൾ ഉത്തമമായതുണ്ട്. ഒരു വലിയ വാക്കാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള പലതും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻദല്ലാഹി ഖൈറും മിൻഹാ, അള്ളാഹുവിന്റെ അടുക്കൽ തീർച്ചയായിട്ടും എന്തുണ്ട്, ഇതിനേക്കാൾ ഉത്തമമായതുണ്ട്. അത് നമ്മുടെ ജോലിയാവട്ടെ, സൗന്ദര്യമാവട്ടെ, സമ്പത്താവട്ടെ, ഭാര്യയാവട്ടെ, മാതാപിതാക്കളാവട്ടെ, മക്കളാവട്ടെ, എന്ത് കാര്യം ദുനിയാവിൽ നഷ്ടപ്പെട്ടാലും ഇൻദല്ലാഹി ഖൈറും മിൻഹാ. ഫതസവ്വജ ഉഖ്തഹ, അങ്ങനെ ഈ ഭാര്യ മരണപ്പെട്ട ബക്കർ ബിൻ അബ്ദില്ല, ഹസൻ ബസ്രി വാക്ക് പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ബക്കർ ബിൻ അബ്ദില്ല തന്റെ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിച്ചു, അനിയത്തിയെ വിവാഹം കഴിച്ചു. ثم لقي الحسن بعد ذلك, അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഹസൻ ബസ്രിയെ ഇദ്ദേഹം വീണ്ടും കണ്ടു. ഫഖാല, അപ്പൊ ബക്കർ ബിൻ അബ്ദില്ല പറഞ്ഞ വ്യക്തി, ഭാര്യ മരിച്ച വ്യക്തി ഹസൻ ബസ്രിയെ കണ്ടപ്പോൾ പറഞ്ഞു, യാ അബാ സഈദ് ഹിയ ഖൈറും മിൻഹാ, ഇവള് ആദ്യത്തെ ഭാര്യനേക്കാൾ ഉത്തമമാണ്.
അനിയത്തി സഹോദരി ഇപ്പൊ കല്യാണം കഴിച്ചത് എന്റെ മരിച്ച ഭാര്യയേക്കാൾ നല്ല സ്ത്രീയാണെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോ ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി തിരിച്ചു ലിഗൈരിഹാ മിനൽ ഹൂറിൽ ഐൻ ആഫാകല്ലാഹ് കുൻതു അശർതു ലക്. ഞാൻ നിന്നോട് പറഞ്ഞത് ഹൂറുലീങ്ങളുടെ കാര്യമാണ്. അള്ളാന്റെ അടുക്കൽ ഖൈറുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞത് ഹൂറുലീങ്ങളുടെ കാര്യമാണ്. ഇതിനേക്കാൾ ഉത്തമം ഹൂറുലീങ്ങളാണ്, അല്ലാതെ സഹോദരിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് എന്ന് ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു. എന്നിട്ട് സുമ്മ അൻഷദു, എന്നിട്ട് അദ്ദേഹം ഒരു കവിത പാടാണ്. തുഅമ്മലു അൻ തുഅമ്മറ ഉംറ നൂഹിൻ. ആളുകൾ പ്രതീക്ഷിക്കുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആയുസ്സോളം ജീവിക്കാമെന്നാണ്. വഅംറുല്ലാഹി യത്റുഖു കുല്ല ലൈലത്തിൻ കുല്ല ലൈല. അള്ളാഹുവിന്റെ തീരുമാനമാകട്ടെ എല്ലാ രാത്രിയിലും നിങ്ങളെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ മലക്കുൽ മൗത്ത്, മരണം എല്ലാ രാത്രിയിലും നിങ്ങളെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആയുസ്സാണ് പ്രതീക്ഷിക്കുന്നത്. അഥവാ ആ ഭാര്യ മരിച്ചപ്പോ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുന്നത് മരണപ്പെട്ടാൽ ഉടനെ കിട്ടുന്ന സ്വർഗത്തിലെ കാര്യമാണ്. പക്ഷെ ഈ വ്യക്തി പിന്നീട് ദുനിയാവിലെയാണ് ഉദ്ദേശിച്ചിരിക്കുക എന്നുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് അങ്ങനെയുള്ള ആളുകൾ, പരലോകം കൂടുതൽ ചിന്തയുള്ള ആളുകൾ, അവര് ദുനിയാവിന്റെ എന്തൊരു കാര്യം പറയുമ്പോഴും പരലോകത്തിലേക്ക് ബന്ധിപ്പിക്കും. പരലോകത്തെ കുറിച്ച് ഏറ്റവും ചിന്തിക്കുന്ന ആളുകൾ ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയുമ്പോഴേക്കും അത് പരലോകവുമായിട്ടാണ് അവർ ബന്ധിപ്പിക്കുക. അത് കാരണം അവരുടെ ഉള്ളിൽ ഏറ്റവും ചിന്ത അതായതുകൊണ്ടാണ്. മറ്റൊരു സംഭവം, അദ്ദേഹം പറയുമായിരുന്നു, ചില ആളുകൾ അവരുടെ പരിചയത്തിൽ ഒരാൾ വളരെയധികം വിഷമത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ കണ്ടു. ഫസഅലഹു അൻ ഹമ്മിഹി, അപ്പൊ എന്താ വിഷമം, ടെൻഷൻ പോലെ. അപ്പൊ എന്താണ് ഇതിനുള്ള കാരണം ചോദിച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാന ഇൻദി യതീം. ഹസൻ ബസരി അല്ല, അദ്ദേഹം ഹസൻ ബസരി പറഞ്ഞൊരു സംഭവം പറയാണ്. കാന ഇൻദി യതീമുൻ അഹ്തസിബു ഫീഹിൽ അജ്ർ. എന്റെ കയ്യിൽ ഒരു യതീം ഉണ്ടായിരുന്നു, അഥവാ ഞാൻ ചെലവിന് കൊടുക്കുന്ന, ഞാൻ സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു യതീം ഉണ്ടായിരുന്നു. അവന്റെ വിഷയത്തിൽ, അവനെ ഞാൻ നോക്കുന്നതിൽ അള്ളാഹുവിൽ ധാരാളം പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഫമാത, അവൻ മരണപ്പെട്ടു. ഖാല സദീഖുഹു, അപ്പൊ ആ കൂട്ടുകാരൻ ചോദിച്ച കൂട്ടുകാരൻ പറഞ്ഞു, ഫത്ലുബ് യതീമൻ ഗൈറ. നീ വേറൊരു യതീമിനെ നോക്കിക്കോ, വേറൊരു യതീമിനെ നോക്കിയിട്ട് ചെലവ് കൊടുത്ത് സംരക്ഷിച്ചോ. ഫഇന്നക ലൻ തഅലമ ദാലിക്, നിനക്ക് അജ്ർ കിട്ടുമല്ലോ, ഇല്ലാതാവാൻ പോകുന്നില്ല, പ്രതിഫലം കിട്ടും. ഫഖാല, അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, യതീം മരണപ്പെട്ട ആ നോക്കിയിരുന്ന ആള് പറഞ്ഞു, അഖാഫു അല്ലാ അജിദ യതീമൻ ഫീ മിസ്ലി സൂഇ ഖുലുഖിഹി. ഞാൻ മരണപ്പെട്ട, ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ആ യതീം ഉണ്ടല്ലോ, അവന്റെ പോലെ മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളെ ഇനി വേറെ കിട്ടുമോ എന്നുള്ള പേടിയാണ് എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വ്യക്തി ഫഖാല സദീഖു, അപ്പൊ ഈ കേട്ട വ്യക്തി പറയാണ്, ഉഫ്ഫില്ലക്, നിനക്ക് നാശം, എന്തൊരു മോശമാണ് നീ പറയുന്നത്. അമാലൗ കുൻതു മകാനക്, ഞാനാണ് നിന്റെ സ്ഥാനത്ത് എങ്കിൽ ലം അദ്കുർ സൂഅ ഖുലുഖിഹി, അവന്റെ മോശം സ്വഭാവത്തെ പറ്റി ഞാൻ പറയില്ല. കഅന്നഹു കരിഹ അയ്യതബജ്ജഹ ബിമാ കാന യൽഖാ മിൻഹു, ഞാൻ അവനിൽ നിന്ന് ഈ കണ്ടെത്തുന്നത്, ആളുകൾ അറിയുന്നത് വെറുക്കുമായിരുന്നു. അതായത് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ യതീമിനെ വളർത്തുക എന്നുള്ളത് തന്നെ എന്താണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ആ യതീം തന്നെ മോശപ്പെട്ട സ്വഭാവമാണ് അവന്റെ, കുറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് വളർത്തുന്നത്. അപ്പൊ അതിൽ പ്രതിഫലം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഒരാളോട് അത് പറയുമ്പോ അവൻ പ്രതിഫലം പ്രതീക്ഷിച്ച ഈ അമലിനെ, അവന്റെ മോശം സ്വഭാവത്തെ കൂടി എടുത്തു പറയുകയാണ്. അപ്പൊ അതിന് കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ്, ഞാൻ അത്രയും ക്ഷമിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. അവിടെ ഉദ്ദേശം, നമ്മൾ ചെയ്യുന്ന നന്മകൾ, നമ്മളിപ്പോ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാണ്, അല്ലെങ്കിൽ ഒരാളെ സംരക്ഷിക്കുകയാണ്, ഒരാൾക്ക് ചെലവിന് കൊടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ആളുകളെ പറഞ്ഞ് ചെയ്യുമ്പോൾ എന്താകുന്നു, അതൊരു റിയാഇന്റെ ഭാഗത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇദ്ദേഹം പ്രതിഫലം പ്രതീക്ഷിച്ച ഈ കാര്യം അദ്ദേഹം പറഞ്ഞു, അത് ശരിയായില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, റൂയ അൻ അബിദ്ദർദാ, അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, അദ്ദേഹം പറഞ്ഞതായിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്, അദ്ഹകനി തലാസത്തുൻ, മൂന്ന് കാര്യങ്ങൾ എന്നെ ചിരിപ്പിക്കുന്നുണ്ട്, വഅബ്കാനി തലാസത്തുൻ, മൂന്ന് കാര്യങ്ങൾ എന്നെ കരയിപ്പിക്കുന്നുമുണ്ട്. അദ്ഹകനി മുഅമ്മിലുദ് ദുനിയ വൽ മൗതു യത്ലുബുഹു, എന്നെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം, ദുനിയാവിൽ പ്രതീക്ഷ വെക്കുന്ന ഒരാളാണ്, അവന്റെ മരണം അവനെ വിളിച്ചുകൊണ്ടിരിക്കുക, അവന്റെ മരണം അവനെ വിളിച്ച് അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുവൻ ദുനിയാവിൽ പ്രതീക്ഷ വെക്കുക എന്നുള്ളത് എന്നെ ചിരിപ്പിക്കുന്നു. വഗാഫിലുൻ ലാ യുഗ്ഫലു അൻഹു, അശ്രദ്ധമായി ജീവിക്കുന്ന ഒരുത്തൻ, അവനെ ആലോചിച്ച്, കാരണം അവനെ കുറിച്ച് എന്തല്ല, അള്ളാഹു അശ്രദ്ധനല്ല, അവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, എല്ലാം നോക്കി വെക്കുന്നുണ്ട്.
അങ്ങനെ ഉണ്ടായിട്ടും അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കാതെ അശ്രദ്ധയിൽ ജീവിക്കുന്ന ഒരുത്തൻ, അവന്റെ അവസ്ഥയും എന്നെ ചിരിപ്പിക്കുന്നു. വല്ലാഹിക്കും മിൽഅ ഫീഹി, വായ തുറന്ന് ചിരിക്കുന്നവൻ. വലാ യദ്രി അറാദിൻ റബ്ബുഹു അം ഗദ്ബാനു അലൈഹി, അവനറിയില്ല അവന്റെ റബ്ബ് അവനെ കുറിച്ച് തൃപ്തിപ്പെട്ടവനാണോ, അവന്റെ റബ്ബ് അവനെ കുറിച്ച് കോപിതനാണോ എന്ന് അവൻ അറിയില്ല. എന്നിട്ടും പൊട്ടിച്ചിരിക്കുന്ന ഒരുത്തൻ, അവന്റെ അവസ്ഥയും എന്നെ ചിരിപ്പിക്കുന്നു. അതായത് ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്, മരണം എടുത്തിട്ടുണ്ടെന്നൊരു ബോധമില്ലാതെ ദുനിയാവിൽ പ്രതീക്ഷ വെക്കുക. എന്നാൽ തന്നെ കുറിച്ച് എല്ലാം അള്ളാഹു നോക്കിക്കാണുന്നുണ്ട് എന്ന് ബോധമില്ലാതെ അശ്രദ്ധമായി ജീവിക്കുക. അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ തന്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് ആലോചിക്കാതെ സന്തോഷത്തിൽ ജീവിക്കുക. ഇവരുടെ അവസ്ഥ എന്നെ ചിരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. വബ്കാനി, എന്നിട്ട് അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ കരയിപ്പിക്കുന്ന കാര്യങ്ങൾ ഹൗലുൽ മത്ല, ഈ ജീവിതത്തിന്റെ അല്ലെങ്കിൽ യാത്രയിലെ ഭയപ്പാടുകളാണ്. എന്തെല്ലാം കടന്നു പോകണം, ഖബർ, അതുപോലെ തന്നെ പരലോകം, അതുപോലെ അതിനെക്കുറിച്ചുള്ള ഭയപ്പാടുകൾ. വഇൻഖിതാഉൽ അമൽ, എന്റെ അമലുകളിലെ കുറവ്, അമലുകൾ എത്ര കുറവാണ് എന്നുള്ളത് എന്നെ കരയിപ്പിക്കുന്നുണ്ട്. വമൗഖിഫുൻ ബൈന യദില്ലാഹി അസ്സ വജൽ ലാ അദ്രി അയുമറു ബി ഇലൽ ജന്ന അം ഇലൻ നാർ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ട ആ സ്ഥാനം, ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് കൽപ്പിക്കപ്പെടുക എന്നറിയാതെ ഞാൻ ആ നിൽക്കുന്ന ആ സമയം, അതും എന്നെ ഭയപ്പെടുത്തുക, എന്നെ കരയിപ്പിക്കുന്നു എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കാൻ. ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ തെറ്റിച്ചു കളയും. അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ഈ യാത്രയെ കുറിച്ചും അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മെ വളരെയധികം തെറ്റിച്ചു കളയും. പക്ഷെ ഒരു നേരത്തെ ഒരു വാഹനാപകടമോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന മറ്റെന്തെങ്കിലും കാര്യമോ നമ്മുടെ റൂഹിനെ പിടികൂടും എന്നുള്ള യാഥാർത്ഥ്യം കുറച്ച് ആലോചിച്ചാൽ മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും നമ്മുടെ തിന്മകളെല്ലാം ഒഴിവാക്കാനും അതിൽ നിന്ന് മടങ്ങാനും നമുക്ക് പ്രേരണ ലഭിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത ഫസ്ല് അൽ ഫസ്ലു സാദിസ്, ആറാമത്തെ ഫസ്ലാണ് കിതാബിൽ. ഇതിൽ പറയുന്ന വിഷയങ്ങൾ ഫീമാ റുവിയ അൻഹു ഇൻദ തിലാവത്തിൽ ഖുർആൻ മിനൽ ഹികമി വൽ മവാഇദ്, ഖുർആൻ പാരായണ സന്ദർഭങ്ങളിൽ അഥവാ ഖുർആനിന്റെ ആയത്തുകൾ അദ്ദേഹം പാരായണം ചെയ്തിരുന്നപ്പോഴും അല്ലെങ്കിൽ കേട്ടിരുന്നപ്പോഴും അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ ചിന്താർഹമായിട്ടുള്ള വാക്കുകളും ഉപദേശങ്ങളുമാണ്. അഥവാ ആയത്തുകളെ തഫ്സീർ പോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട്. കാന അൽ ഹസനു യഖൂൽ, ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, റൂയ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹൻ നാസ്, ഹേ ജനങ്ങളെ, ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. വബ്തഗൂ മാ ഇൻദല്ലാഹി അസ്സ വജല്ല ബിഖിറാഅതിഹി, ആ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ളതിനെ നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കുക. അല്ലാഹുവിൽ നിന്നാണ് നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത്. മിൻ ഖബ്ലി അൻ യഖറഅഹു ഖൗമുൻ യബ്തഗൂന ബിഹി മാ ഇൻദന്നാസ്, ഒരു ഖൗമ് വരുന്നതിന് മുമ്പ് അവർ ജനങ്ങളുടെ അടുക്കൽ എന്താണോ ഉള്ളത് അത് കിട്ടാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യും. ജനങ്ങളുടെ അടുക്കൽ സമ്പത്താവാം, പേരാവാം, പ്രശസ്തിയാവാം, സ്ഥാനമാവാം, അതിനുവേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ വരുന്നതിന് മുമ്പ് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരാവുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. وكان يقول അദ്ദേഹം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന الرجل اذا طلب القرآن والعلم لله عز وجل, ഒരാൾ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ദീനിന്റെ ഇൽമ് പഠിക്കുകയും തേടുകയും ചെയ്യുകയാണ് അള്ളാഹുവിന് വേണ്ടി, ലം യൽബസ് അൻ യുറാ ദാലിക ഫീ ഖുശൂഇഹി, അത് അവന്റെ ഖുശൂഇൽ അള്ളാഹുവിന്റെ മുമ്പിലുള്ള താഴ്മയിൽ അത് കാണും. വസുഹ്ദിഹി, അവന്റെ ദുനിയാവിനോടുള്ള വിരക്തിയിൽ അത് കാണും. വഹിൽമിഹി, അവന്റെ വിനയത്തിൽ വിവേകത്തിൽ അത് കാണും. വതവാദുഇഹി, അവന്റെ താഴ്മയിൽ അത് കാണും. അഥവാ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിലും അള്ളാഹുവിനോടുള്ള നമ്മുടെ ഇബാദത്തിന്റെ രീതിയിൽ തന്നെ മാറ്റം വരും. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്തായിരുന്നു? ഖുർആൻ ആയിരുന്നു. അപ്പൊ ഖുർആൻ ഓതുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ ഖുശൂഅ്, അവന്റെ സുഹ്ദ്, അവന്റെ ഹിൽമ്, അവന്റെ തവാദുഅ്, അവന്റെ സ്വഭാവം, പെരുമാറ്റം, ഇബാദത്തുകൾ, ഇതിലെല്ലാം മാറ്റമുണ്ടാകും.
അല്ലാതെ കേവലം ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് പോലെയോ ആകില്ല അവരുണ്ടാവുക. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, റഹിമല്ലാഹു റഅൻ, അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ ഒരു വ്യക്തി, ഖലാ ബി കിതാബില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കിതാബുമായി ഒഴിഞ്ഞിരിക്കുകയാണ്, അഥവാ ഖുർആൻ പാരായണം ചെയ്യാൻ, വഅറള അലൈഹി നഫ്സഹു, അവൻ അതിനു മുമ്പിൽ അവന്റെ സ്വന്തത്തെ വെക്കും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവന്റെ സ്വന്തത്തെ അതിനു മുമ്പിൽ പ്രദർശിപ്പിക്കും. ഫൈൻ വാഫഖഹു ഹമിദ റബ്ബഹു, ആ സ്വന്തത്തിന്റെ അവസ്ഥ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തിനോട് യോജിച്ചതാണെങ്കിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും. ഇപ്പോ ഖുർആനില് പിന്നെ ഒരു കാര്യം പറയാണ്, പിന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിക്കണം, അവന്റെ നഫ്സിനെ നോക്കും, അള്ളാഹിനെ സൂക്ഷിക്കുന്നവനാണോ, അല്ലെങ്കിൽ പലിശ ഒഴിവാക്കണം, പലിശ ഒഴിവാക്കുന്നവനാണോ, അല്ലെങ്കിൽ വമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ, ഹവയെ ഒഴിവാക്കുന്നവനാണോ. ഖുർആനിൽ എന്ത് കാര്യം, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറഞ്ഞു, ദിക്ർ ചെയ്യാൻ പറഞ്ഞു, അവൻ നഫ്സിനെ നോക്കും. ഖുർആനിൽ പറഞ്ഞ പോലെയാണോ, ഖുർആനിൽ പറഞ്ഞ പോലെയാണോ ഞാൻ? അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഹമിദ റബ്ബ, അവൻ റബ്ബിനെ ഹംദ് ചെയ്യും. വസഅലഹുൽ മസീദ മിൻ ഫദ്ലി, അവൻ എന്ത് ചെയ്യും? കൂടുതൽ അള്ളാഹുവിനോട് ഔദാര്യത്തെ ചോദിക്കും, വർദ്ധിപ്പിച്ചു തരാൻ പറയും. അതായത് ഇബാദത്താവട്ടെ, തഖ്വയാവട്ടെ, ഈമാനാവട്ടെ, അള്ളാഹുവിനോട് കൂടുതൽ വർദ്ധിപ്പിച്ചു തരാൻ. വഇൻ ഖാലഫഹു, ഇനി എതിരായാലോ? ഖുർആനിലൊരു കാര്യം പറയാണ്, ഒരു തിന്മ ഒഴിവാക്കാൻ പറയാണ്, അവനാ തിന്മ ചെയ്യുന്നവനാണ്. ഖുർആനിൽ ഒരു ദൃഷ്ടി ആഴ്ത്താൻ പറയാണ്, ഇവൻ ദൃഷ്ടി ആഴ്ത്താത്തവനാണ്. അല്ലെങ്കിൽ മദ്യപിക്കരുത് എന്ന് പറയാണ്, ഇവൻ മദ്യപിക്കുന്നവനാണ്. അങ്ങനെ എതിരായിട്ടൊന്നാണ് അവൻ കണ്ടതെങ്കിലോ താബ, അവൻ തൗബ ചെയ്യും. അനാബ, അള്ളാഹുലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങും. വറജഅ മിൻ ഖരീബ്, പെട്ടെന്ന് തന്നെ അവൻ അള്ളാഹുലേക്ക് മടങ്ങുന്നവനായിട്ട് മാറും. അങ്ങനെയുള്ളവന് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാൻ. ഖുർആനിനെ അങ്ങനെ വേണം നമ്മൾ വെക്കാൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തത്തിന്റെ അവസ്ഥ അത് പിന്നെ താരതമ്യം ചെയ്യേണ്ട, നമ്മൾ അതിനെ പരിശോധിക്കേണ്ട, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവത്തെയും സംസ്കാരത്തെയും നമ്മുടെ ദീനിനെയും എല്ലാം താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഖുർആൻ എന്ന് പറയാനുള്ള കാരണം. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്ന ഹാദൽ ഖുർആന ശിഫാഉൽ മുഅ്മിനീൻ, തീർച്ചയായിട്ടും ഈ ഖുർആൻ മുഅ്മിനീങ്ങൾക്കുള്ള ശിഫാ ആണ്, സത്യവിശ്വാസികൾക്കുള്ള ശിഫാ ആണ്. വ ഇമാമുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള മാതൃകയാണ്, അതിലേക്ക് വഴി കാണിക്കുന്നതാണ്. ഫമനിഹ്തദാ ബിഹി ഹുദിയ, ഇതുകൊണ്ട് ഹിദായത്ത് ലഭിച്ചവൻ ആരാണോ അവനാണ് ഹിദായത്ത് നൽകപ്പെട്ടവൻ. വമൻ സുരിഫ അൻ, ആരെങ്കിലും അതിൽ നിന്ന് തെറ്റിക്കപ്പെട്ടാലോ ശഖിയ വബുതുലിയ, അവന് ദൗർഭാഗ്യവും പരീക്ഷണങ്ങളുമായിരിക്കും ഉണ്ടാവുക. നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കില്ല, അത് അനുഭവിച്ചറിയണം. ഒരു ഫിത്നയിൽ നമ്മൾ അകപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഖൽബിന് ഒരു രോഗം ബാധിക്കുകയാണ്, അത് ബിദ്അത്താവട്ടെ, ഷിർക്കിന്റെ അംശങ്ങളാവട്ടെ, റിയാ ആവട്ടെ, ഉജുബാവട്ടെ, ഷഹ്വത്തുകളാവട്ടെ, ഹസദാവട്ടെ, ഹഖദാവട്ടെ, ഇഷ്ഖാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനയാവട്ടെ, ഒരു ഖൽബിന് ബാധിക്കുന്ന രോഗം ബാധിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താനാവാത്ത ഒരാളാണെങ്കിൽ ഖുർആനിലേക്ക് മടങ്ങുക. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഇനി ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും പാരായണം ചെയ്യുക. ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന്റെ തഫ്സീറുകൾ മനസ്സിലാക്കാൻ നോക്കുക, അർത്ഥം മനസ്സിലാക്കാൻ നോക്കുക, ചിന്തിക്കുക. ഈ ലോകത്തുള്ള ഒരു വൈദ്യനും ഈ ലോകത്തുള്ള ഒരു മരുന്നിനും മാറ്റാൻ പറ്റാത്ത രോഗങ്ങൾ ഖുർആൻ കൊണ്ട്, പ്രത്യേകിച്ച് ശരീരവുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഖൽബിന്റെ രോഗങ്ങൾ, ടെൻഷനാവട്ടെ, ഹമ്മാവട്ടെ, ദുഃഖമാവട്ടെ, ടെൻഷനാവട്ടെ, പേടിയാവട്ടെ, എന്ത് ഖൽബിന് ബാധിക്കുന്ന രോഗത്തിനും ഷിഫ ഖുർആനിൽ നിന്ന് ലഭിക്കില്ല, ഖുർആനിൽ നിന്ന് ലഭിക്കില്ല. അത് അങ്ങനെ ബാധിക്കുന്ന ആളുകൾ അവർ ശ്രമിക്കണം. ഖുർആനിന് വേണ്ടി സമയം മാറ്റിവെച്ച് അതിൽ മുഴുകിക്കഴിഞ്ഞാൽ അവന്റെ ഖൽബ് എത്ര കടുത്ത ഖൽബാണെങ്കിലും അത് പൊട്ടി തകരുന്നത് അവന് കാണാൻ സാധിക്കും, അത് മാറുന്നത് അവന് കാണാൻ സാധിക്കും. അത് പിന്നെ നമ്മൾ അനുഭവിച്ചറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഷിഫ എന്ന് പറഞ്ഞാൽ അത് ഷിഫ ആണ്, അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശുബ്ഹത്തുകളോ ശഹ്വത്തുകളോ നമ്മുടെ ഖൽബിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഖുർആനിലേക്കാണ് നാം മടങ്ങേണ്ടത്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇന്ന മിൻ ശർരിൻ നാസി അഖ്വാമൻ ഖറഉ അൽ ഖുർആൻ ലാ യഅമലൂന ബിസുന്നതിഹി, ജനങ്ങളിൽ ശർറ് നിറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷെ അതിന്റെ സുന്നത്തിനെ കുറിച്ച് അറിയില്ല. സുന്നത്ത് എന്ന് ഉദ്ദേശിച്ചാൽ അതിന്റെ രീതി, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. വലാ യത്തബിഊന ലിതരീഖതിഹി, അത് കാണിച്ചു തരുന്ന മാർഗം പിൻപറ്റില്ല.
അഥവാ അതിനെ അമലാക്കില്ല എന്ന് അദ്ദേഹം പാരായണം ചെയ്തു. സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ ആയത്ത്, ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ, അവരാണ് അള്ളാഹു ശപിച്ചിട്ടുള്ള ആളുകൾ. എല്ലാ ശപിക്കുന്ന ആളുകളും ശപിച്ചിട്ടുള്ളത് അത്തരക്കാരെയാണ് എന്ന് അദ്ദേഹം പാരായണം ചെയ്യാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലഖദ് കാന മൻ തഖദ്ദമ യഖറഉൽ ഖുർആൻ, മുൻപുണ്ടായിരുന്ന ആളുകൾ അഥവാ സ്വഹാബികൾ അവർ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. വയഖൂമു ബിസ്സൂറതി മിൻഹു തൂല ലൈലതിഹി, അവർ ചിലപ്പോ അതിലെ സൂറത്തുകൾ കൊണ്ട്, ഖുർആനിലെ സൂറത്ത് കൊണ്ട് രാത്രി മുഴുവൻ അവർ നിന്ന് നിസ്കരിക്കാറുണ്ട്. ഫഇദാ അസ്ബഹ, രാവിലെയായാൽ ഉരിഫ ദാലിക ഫീ വജ്ഹിഹി, അവരുടെ മുഖത്തത് കാണുമായിരുന്നു. അഥവാ ഏത് സൂറത്താണോ പാരായണം ചെയ്തത്, ഖുർആനിന്റെ ആ പാരായണം ചെയ്ത് അത് ചിന്തിച്ചതിന്റെ ഫലം പ്രഭാതത്തിൽ അവരുടെ മുഖത്ത് കാണുമായിരുന്നു. വഇന്ന അഹദകും യഖറഉൽ ഖുർആൻ ലാ യതജാവസു ലഹവാതിഹി, പക്ഷെ നിങ്ങളിൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ വചനങ്ങളുടെ അതുപോലും വ്യക്തമാകാത്ത, അതുകൊണ്ട് യാതൊരു ഫായിദയും ഇല്ലാത്ത അവസ്ഥയിലാണ് ആകുന്നത്. വല്ലാഹു സുബ്ഹാനഹു യഖൂൽ, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത് ബറക്കത്ത് നിറഞ്ഞൊരു കിതാബാണ്. അതെന്തിനാണ്? ലിയദബ്ബറു ആയാതിഹി, അതിന്റെ ആയാത്തുകൾ അത് നിങ്ങൾ തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു അത് ഇറക്കിയിട്ടുള്ളത്. എന്നാലാണ് അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ ഖൽബിൽ ഉണ്ടാവുക, അത് നമ്മുടെ അമലിൽ ഉണ്ടാവുക, അത് നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കാൻ സാധിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, അമാ വല്ലാഹി, അല്ലാഹുവാണ്, മാ ഹുവ ഹിഫ്ദു ഹുറൂഫിഹി വ ഇദാഅതു ഹുദൂദിഹി വ ഇന്ന അഹദകും യഖൂൽ. ഇതുകൊണ്ട് ഉദ്ദേശം ഈ തദബ്ബുർ ഉണ്ടാവണമെന്ന് പറഞ്ഞത് അതിന്റെ ഹർഫുകൾ വെറുതെ ഹിഫ്ളാക്കലല്ല, അത് ഹിഫ്ളാക്കിയിട്ട് അതിന്റെ കൽപ്പനകൾ പാഴാക്കി കളയലല്ല. കാരണം ചില ആളുകൾ, നിങ്ങളിൽ ചിലർ പറയും, ഖറഅതുൽ ഖുർആൻ മാ അസ്ഖത്തു മിൻഹു ഹർഫൻ, ഞാൻ ഖുർആൻ പാരായണം ചെയ്തു, അതിലൊരു ഹർഫ് പോലും ഞാൻ വിട്ടുപോയിട്ടില്ല, ഒരു വാക്ക് പോലും ഞാൻ വിട്ടുപോയിട്ടില്ല. കദബ, അവൻ കളവാണ് പറഞ്ഞിട്ടുള്ളത്. ലഖദ് അസ്ഖത കുല്ലഹു, അവൻ അത് മുഴുവൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഒരു ഖുർആനിലെ ഒന്നും ആലോചിക്കാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് അതിന്റെ ഹലാലും ഹറാമും അതിന്റെ അമ്രും നഹിയും കൽപ്പനയും വിരോധനവും എല്ലാം അനുസരിക്കണമെന്ന് ചിന്തയില്ലാതെ അതൊക്കെ പാഴാക്കിയിട്ട് വെറുതെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ പറയുന്നത്, അവൻ എല്ലാതും പാഴാക്കിയിട്ടുണ്ട്. വല്ലാഹി വല്ലാഹ് മാ ഹൗലാഇൽ ഖുറാ വലൽ ഉലമാ വലൽ ഹുകമാ, ഇങ്ങനെയുള്ളവർ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാത്ത ആളുകൾ അവര് ഖുർആൻ പാരായണക്കാരല്ല, അവര് ഉലമാക്കളല്ല, അവര് ഹുകമാക്കളുമല്ല. വമതാ കാനത്തിൽ ഖുറാഉ തഖൂലു മിസ്ല ഹാദാ, എങ്ങനെയാണ് ഈ പാരായണക്കാർ ഇങ്ങനെ പറയുക? ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല യഖൂൽ, അല്ലാഹു പറഞ്ഞത് എങ്ങനെയാണ്? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, അല്ലാഹു പറഞ്ഞ ഖുർആനെ പറ്റിയിട്ട്, ഞാനിതാ നിനക്ക് ഭാരമുള്ള വാക്കുകളാണ് ഇടുന്നത്, ഭാരമുള്ള വാക്കുകളാണ് എനിക്ക് ഇട്ടുതരാൻ പോകുന്നത്. യുരീദു ജല്ല സനാഹു അൽ അമല ബിഹി, അല്ലാഹു ഉദ്ദേശിച്ചത് എന്താണ്? അതുകൊണ്ട് അമല് ചെയ്യാനാണ്, അഥവാ അമല് ചെയ്യാനുള്ള ഭാരമായിട്ടുള്ള ഖുർആനാണ് ഇട്ടിരുന്നത്. വഖാല അസ്സ വജൽ, അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു, ഖുർആൻ പാരായണം ചെയ്താൽ നീ അതിനെ പിന്തുടരുക, അതിനെ പിൻപറ്റുക. ഐ ഹല്ലിൽ ഹലാലഹു, എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അതിന്റെ ഹലാലുകൾ നീ ഹലാലായി കാണുക. വഹരിം ഹറാമഹു, അതിന്റെ ഹറാമുകൾ നീ ഹറാമായി കാണുക. വലഖദ് തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ വമസ്തക്മല ഹിഫ്ദൽ ഖുർആനി മിൻ അസ്ഹാബിഹി റിദ്വാനുല്ലാഹി അലൈഹിം ഇല്ല നഫറുൽ ഖലീൽ, സ്വഹാബികളിൽ ചുരുക്കം ചില ആളുകളെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ ചുരുക്കം ചില സ്വഹാബികളെ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയിട്ടുള്ളൂ. ഇസ്തിഅവാമൻ ലഹു, കാരണം അവർ അതിനേക്കാൾ ഖുർആനിനെ അമലാക്കുന്നതിലും അതിനെക്കുറിച്ച് ഗൗരവം കണ്ടിരുന്നു. വമുതാബഅത അൻഫുസിഹിം ബിഹിഫ്ളി തഅ്വീലിഹി, അതിന്റെ വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിൽ മുഴുകിയിരുന്നു. വൽ അമലി ബിമുഹ്കമിഹി വമുതശാബിഹി, ഖുർആനിലെ മുഹ്കമായതും മുതശാബിഹുമായ ആയത്തുകൾ കൊണ്ട് അമല് ചെയ്യുന്നതിൽ അവർ മുഴുകിയിരുന്നു എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ചുരുക്കം ചില സ്വഹാബികളാണ് ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ളത്. പലപ്പോഴും ഖുർആനിന്റെ സനദിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഹിഫ്ളിന്റെ സനദിൽ നമുക്ക് കാണാൻ സാധിക്കില്ല, ചുരുക്കം ചില സ്വഹാബികൾ. പിന്നീട് ആ സ്വഹാബികൾ തന്നെ യുദ്ധത്തിലെല്ലാം മരണപ്പെട്ടപ്പോഴാണ് ഖുർആൻ മുസ്ഹഫാക്കി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീടാണ് ഖുർആൻ പഠിക്കാൻ കൂടുതൽ ഹിഫ്ള് കാത്തു സൂക്ഷിക്കാൻ നിലക്ക് വർദ്ധിച്ചിട്ടുള്ളത്. സ്വഹാബികൾ ഖുർആൻ പഠിക്കുമ്പോൾ അവരതിന്റെ ആശയം മനസ്സിലാക്കുന്നിടത്തും അമലാക്കുന്നിടത്തും
അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം ഖുർആൻ അതിനാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു ചില സലഫുകൾ പറഞ്ഞതുപോലെ ഖുർആൻ ഇറങ്ങിയത് എന്തിനാണ്? അമൽ ചെയ്യാനാണ്. നിങ്ങൾ അതിന്റെ പാരായണം ഒരു അമലാക്കി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അമൽ ചെയ്യാതെ വേറൊന്നും ഖുർആൻ കൊണ്ട് ഉപകരിക്കില്ല. എന്നാൽ അമലുണ്ടെങ്കിൽ മറ്റേ കാര്യങ്ങളെല്ലാം ഫദ്ലുകൾ തന്നെയാണ്, പ്രാധാന്യമുള്ള കാര്യമാണ്. وكان الحسن يقول حسن البصري رحمه الله പറഞ്ഞു قراء القرآن ثلاثة نفر ഖുർആനിന്റെ ആളുകൾ 3 കൂട്ടരാണ്. قوم اتخذوه بضاعة يطلبون به ما عند الناس ചില ആളുകൾ അവരതൊരു ചരക്കായിട്ട് ഉപയോഗിക്കുന്നത്, വിൽപ്പന ചരക്ക് പോലെ. അവർ ഖുർആൻ പാരായണം ചെയ്ത് ആളുകളിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി, ആളുകളിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കാണാം. പണത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്ന ശുദ്ധമായ വിദ്യാർത്ഥികൾ ധാരാളം കാണാം. മരിച്ച വീട്ടിലാകട്ടെ ഖബറിന്റെ അടുക്കലാവട്ടെ പിന്നെ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യും. ഇതിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. ചില ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചില ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഓല കൊണ്ടൊക്കെ കെട്ടിയുണ്ടാക്കി അവര് നിസ്കരിക്കാൻ പോകില്ല, ജുമഅക്ക് പോലും പോകില്ല, അവിടെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ഒരാൾ രാവിലെ മുതൽ ഉച്ച വരെയാണെങ്കിൽ അടുത്തൊരാള് രാത്രിയും 24 മണിക്കൂറും പാരായണമായിരിക്കും. എത്രയോ ദിവസം അവർ ഇരുന്ന് പാരായണം ചെയ്യും. ആ ഓതുന്ന ആള് നിർത്തില്ല, നിസ്കരിക്കാൻ പോലും പോകാതെ അവർ തുടർച്ചയായി നിസ്കരിക്കുന്ന പിന്നെ പാരായണം ചെയ്യുന്ന അവസ്ഥയാണ് പണത്തിന് വേണ്ടി. അങ്ങനെയുള്ള ആളുകൾ. മറ്റു ചില ആളുകളുണ്ട്, അവർ അതിന്റെ ഹർഫുകൾ അവർ അത് ഉപയോഗിക്കും, പക്ഷേ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ അതിന്റെ വിധിവിലക്കുകൾ എന്താവില്ല, ജീവിതത്തിൽ പകർത്തില്ല, അത് അവർ ഒഴിവാക്കും. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഭരണാധികാരികളുടെ അടുക്കൽ, അവരെ ഖുർആൻ പാരായണം കൊണ്ട് ഭരണാധികാരിയുടെ അടുക്കൽ ഒരു സ്ഥാനം കിട്ടണം, അതുപോലെ ജനങ്ങളുടെ ഇടയിൽ നല്ല പാരായണക്കാരാണ് എന്ന നിലക്ക് ഒരു പ്രശസ്തിയും കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. ഈ തരത്തിലുള്ള ആളുകൾ ധാരാളം കൂടിയിട്ടുണ്ട്. ഹസൻ ബസ്രി അന്ന് പറയാൻ ധാരാളം കൂടിയിട്ടുണ്ട്. അള്ളാഹു അവർ വർദ്ധിപ്പിക്കാതിരിക്കട്ടെ. അഥവാ ഹർഫ് പാരായണം ചെയ്ത് അതിന്റെ വിധിവിലക്കൽ അംഗീകരിക്കാത്ത പാഴാക്കി കളയുന്ന ആളുകൾ. അള്ളാഹു അവരെ അകറ്റട്ടെ. മൂന്നാമത്തെ കൂട്ടം ആളുകൾ അവർ ഖുർആൻ പാരായണം ചെയ്യും. അതിന്റെ ആയത്തുകൾ അവർ തദബ്ബുർ ചെയ്യും. അതിന്റെ മരുന്ന് കൊണ്ട് അവർ ചികിത്സ ചെയ്യും. അതിന്റെ ശമനം കൊണ്ട് അള്ളാഹുവിനോട് ശമനം തേടും. ഖൽബിന് ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ആയിട്ട് ആ രോഗങ്ങൾക്ക് പിന്നെ മരുന്നായിട്ട് അതിന് പരിഹാരമായിട്ട് അത് അവർ കാണും. അവരാണ് ഇതുകൊണ്ട് വെള്ളം ലഭിക്കുന്നത്, അഥവാ അവരുടെ ദാഹം തീർക്കാനും അതുപോലെ തന്നെ അഥവാ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾ എന്നുള്ളതിനൊരു പദം ഉപയോഗിച്ചതാണ്. അവർക്ക് അവർ മഴയ്ക്ക് വേണ്ടി തേടിയാൽ അതുകൊണ്ട് മഴ ലഭിക്കും, അഥവാ ഖുർആനിനെ അമലാക്കിയ ആളുകൾ. അവർക്ക് ഈ ആളുകൾ ഉള്ളത് കൊണ്ട് അവരുടെ മേലെ അനുഗ്രഹങ്ങൾ ചൊരിയും. അവരുടെ ദുആ കൊണ്ട് അപകടങ്ങൾ, അള്ളാഹുവിന്റെ ശിക്ഷകൾ അത് തടയപ്പെടും. ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അള്ളാഹുവിന്റെ ആളുകൾ. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അള്ളാഹുവിന്റെ ആളുകൾ നിങ്ങൾ അറിയണം അവരാണ് വിജയിക്കുന്നവർ, അഥവാ ഖുർആനിനെ അമലാക്കുന്നവർ, ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുന്നവർ, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ. വലഖദ് റൂവിയ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അന്ന വഫ്ദൻ മിൻ അഹ്ലിൽ യമൻ ഖദിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ യമനിൽ നിന്നുള്ള കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. ഫഖറഅ അലൈഹിമുൽ ഖുർആൻ, അവർക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു. ഫബക്കൗ, അവർ കരയാൻ തുടങ്ങി. യമനിലെ ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തന്നെ ദിഖത്തുൽ ഖൽബുള്ള ആളുകളാണ്, റഖീഖുൽ ഖൽബാണ്, വളരെയധികം പിന്നെ ലോലമായ ഖൽബുള്ള ആളുകളാണ് യമനിലെ ആളുകൾ. വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവര് ഖുർആൻ, കാരണം അവര് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ധാരാളം ആളുകൾ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയും വളരെയധികം കറാമത്തുള്ള വിലായത്തുള്ള ആളുകൾ യമനിൽ നിന്നുണ്ടായിട്ടുണ്ട്. അബു മുസ്ലിം അൽ ഖൗലാനി, അബു ഇദ്രീസ് അൽ ഖൗലാനി പോലെയുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ഉവൈസ് ഇബ്നു ആമിർ പോലെയുള്ള ശ്രേഷ്ഠരായുള്ള താബിഈങ്ങൾ റസൂലുള്ളാഹിനെ കാണാതെ തന്നെ ഇസ്ലാം സ്വീകരിച്ച് ശ്രേഷ്ഠരായ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. അപ്പോൾ ലോലമായ ഖൽബുള്ളവരാണ്. അപ്പൊ അവര് ഖുർആൻ കേട്ടപ്പോൾ കരഞ്ഞു. ഖാല അബൂബക്കറിൻ, അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ പറയാണ്, ഹാകദാ കുന്ന ഹത്താ ഖസത് ഖുലൂബുനാ,
ഞങ്ങൾ ഇതുപോലെയായിരുന്നു, ഞങ്ങളുടെ കൽബിന് ഖസ്വത്ത് ബാധിക്കുന്നതിന് മുമ്പ്. ആരാ പറയണത്? അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച ഇമാം എന്നാല് അദ്ദേഹത്തിന്റെ കരച്ചിൽ കാരണത്താൽ ഖുർആൻ കേൾക്കൂല, പെട്ടെന്ന് കരഞ്ഞു പോകും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കരച്ചിൽ കാരണത്താൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുമെന്ന് വരെ ഭയപ്പെട്ടു പോയിട്ടുണ്ട് മുശ്രിക്കീങ്ങൾ. കാരണം അത്ര പെട്ടെന്ന് കരഞ്ഞു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. അത്രയും ദിഖത്തുൽ ഖൽബുള്ള ആളാണ്. ആ അബൂബക്കർ സിദ്ദീഖ് പറയാണ്, യമനുകാർ ഖുർആൻ കേട്ടപ്പോ കരയണത് കണ്ടപ്പോ അദ്ദേഹം പറയാണ്, ഇതുപോലെയായിരുന്നു ഞങ്ങളും, ഞങ്ങളുടെ കൽബിന് ഖസ്വത്ത് ബാധിക്കുന്നതിന് മുമ്പ് എന്ന് അദ്ദേഹം പറയാണ്. ഖുർആനെ കുറിച്ച് നമ്മുടെ ഖുർആന്റെ ആയത്തുകൾ നമ്മുടെ കണ്ണുനീർ നിറക്കുന്നില്ല എങ്കിൽ, ആളുകൾ കാണണമെന്നല്ല, ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോൾ നിറക്കുന്നില്ല എങ്കിൽ അത് ഖസ്വത്തുൽ ഖൽബിന്റെ ഒരു അടയാളമാണ്. നമ്മുടെ കൽബിന് ഖസ്വത്ത് ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു അടയാളമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ, അലൈക്കും ബിന്നവരി ഫിൽ മസാഹിഫ്, നിങ്ങൾ മുസ്ഹഫിലേക്ക് നോക്കണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹിഫ്ള് ഉണ്ടെങ്കിലും മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യണം. വഖിറാഅത്തിൽ ഖുർആനി ഫീഹാ, അതിൽ നോക്കി ഖുർആൻ പാരായണം ചെയ്യണം. ഫഖദ് റൂയ അന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാന യഖൂൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇന്നി ലഅക്റഹു അൻ യംദിയ അലയ്യ യൗമുൻ ലാ അൻദുറു ഫീഹി ഇലാ അഹ്ദില്ലാഹി സുബ്ഹാനഹു, അല്ലാഹുമായിട്ടുള്ള അഹ്ദ് അഥവാ മുസ്ഹഫാണ് ഉദ്ദേശം. മുസ്ഹഫിലേക്ക് നോക്കാത്ത ഒരു ദിവസം എന്നിൽ കടന്നു പോവുക എന്നുള്ളത് ഞാൻ വെറുക്കുന്നു. അഥവാ മുസ്ഹഫ് നോക്കി പാരായണം ചെയ്യാത്തൊരു ദിവസം എന്നിൽ കടന്നു പോവുക എന്നുള്ളത് ഞാൻ വെറുക്കുന്നു. ഫഖീല ലഹു ഫീ ദാലിക, എന്താണ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നഹു മുബാറകുൻ, അത് ബറക്കത്ത് നിറഞ്ഞതാണ്. വകാന യഖറഉൽ ഖുർആന ഫിൽ മുസ്ഹഫി തബറുകം ബിഹി, അദ്ദേഹം പിന്നെ ഖുർആൻ മുസ്ഹഫ് നോക്കി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു അതിന്റെ ബറക്കത്ത് കിട്ടാൻ. വകാന ലാ യസാലു യുറാൽ മുസ്ഹഫു ഫീ ഹിജ്രിഹി, അദ്ദേഹത്തിന്റെ അടുക്കൽ എപ്പോഴും മുസ്ഹഫ് ഉണ്ടാകുമായിരുന്നു. വകാന മിൻ അഹ്ഫളി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലികിതാബില്ലാഹി അസ്സ വജൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ സ്വഹാബികളിൽ ഏറ്റവും ഹിഫ്ളുള്ള ഒരു വ്യക്തിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പറഞ്ഞത് മുസ്ഹഫിൽ നോക്കി ഖുർആൻ പാരായണം ചെയ്യുക. ഹിഫ്ളുള്ള ആളുകൾ ഉണ്ടാകും. ഹിഫ്ള് ഉണ്ടെങ്കിലും ഉലമാക്കൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ഹഫ് നോക്കിയും പാരായണം ചെയ്യണം. കാരണം ഹിഫ്ളിലെ തെറ്റുകൾ സംഭവിക്കാം, അത് നേരെയാക്കാനും, പിന്നെ ഖുർആനിന്റെ ലഫ്ളുകൾ നോക്കി പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയും അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങളുള്ള കാര്യമാണ്. ഹിഫ്ളുള്ള ആളുകളാണെങ്കിലും ഖുർആൻ നോക്കി അഥവാ മുസ്ഹഫ് നോക്കി ഖുർആൻ പാരായണം ചെയ്യാൻ നാം ശ്രദ്ധിക്കണം എന്നത്. വഖീല ഖുദ്ദിമ ലിൽ ഹസൻ റഹിമഹുല്ലാഹ് അശാഉഹു, ഒരിക്കൽ നബി സല്ലല്ലാഹു ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്ക്ക് അശാ രാത്രി ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. ഫലമ്മാ ബദഅ യഅകുലു മിൻഹു, അതിൽ നിന്ന് ഭക്ഷിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ സമിയ ഖാരിഅൻ യത്ലു, അദ്ദേഹം ഒരാൾ പാരായണം ചെയ്യുന്നത് കേട്ടു. സൂറത്തുൽ മുസമ്മിലിലെ ഇന്ന ലദൈനാ അൻകാലം വജഹീമ, നമ്മുടെ അടുക്കൽ തീന്റെ നരകത്തിലെ ചങ്ങലകളുണ്ട്. വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമ, കടുകടുത്ത ഒരുപാട് ബുദ്ധിമുട്ടുള്ള, കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണവും വേദനയേറിയ ശിക്ഷയുമുണ്ട് എന്നുള്ള ആയത്ത് കേട്ടു. ഫഖാൽ, ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയപ്പാടായി. അദ്ദേഹം പറഞ്ഞു, യാ ജാരിയ, തന്റെ അടിമസ്ത്രീയോട് പറഞ്ഞു, ജോലിക്കാരിയോട് പറഞ്ഞു, ഇർഫഇ അശാക്, നീ ഇത് ഒഴിവാക്ക്, നിനക്ക് ഭക്ഷണം വേണ്ട, നീ കൊണ്ടുപോയിക്കോ. വമാ സാല യുറജ്ജിദുൽ ആയത വയബ്കി ബഖിയത ലൈലത, അദ്ദേഹം ഈ ആയത്ത് വീണ്ടും വീണ്ടും പാരായണം ചെയ്ത് ആ രാത്രി മുഴുവൻ ആ ആയത്ത് പാരായണം ചെയ്ത് കരയാൻ തുടങ്ങി. വഖീല, എന്റെ ബാക്കി പറയുന്നു, ബൽ ബഖിയ കദാലിക സലാസൻ, 3 ദിവസത്തോളം അദ്ദേഹം അത് പാരായണം ചെയ്ത് കരയുന്ന ഭയപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഹത്താ അഹ്ബറ വലദുഹു ഖൗമൻ മിൻ അസ്ഹാബിഹി, അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ചില ആളുകളെ കൊണ്ടുവന്ന് ഭക്ഷണവുമായി മകൻ വന്ന് വഹ്ലറു തആമൻ ഫവാഖലുഹും, അങ്ങനെ ഒരുമിച്ച് അവർ എല്ലാവരും കൂടിയിട്ട് ഭക്ഷിക്കാനുണ്ടായത്. അതായത് ഖുർആനിലെ ആയത്തുകൾ അത് ആലോചിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മുൻഗാമികളിൽ ഉണ്ടായിരുന്ന അതുപോലെ പല സ്വഹാബികളും നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു ഇന്ന അദാബ റബ്ബിക ലവാഖി എന്നുള്ള ആയത്ത് രാത്രി നിസ്കാരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടക്കാൻ ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ വാഹനപ്പുറത്ത് പോവാണ്, കുതിരയിൽ ഒട്ടകപ്പുറത്ത് പോവാണ്, ആളുകളുടെ അവസ്ഥ അറിയാം. അപ്പൊ രാത്രി ഒരാൾ നിസ്കരിക്കുമ്പോൾ ഈ ആയത്ത് പാരായണം ചെയ്യാൻ, ഈ ആയത്ത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു വാഹനാമൃഗത്തിൽ നിന്ന് ഇറങ്ങി ഒരു മതിലിലേക്ക് ചാരി നിന്നു. അങ്ങനെ അദ്ദേഹം കുറെ നേരം അതിനെക്കുറിച്ച് ആലോചിച്ച് വീട്ടിൽ പോയി 1 മാസത്തോളം രോഗം എന്താണെന്ന് അറിയാതെ അദ്ദേഹം കിടപ്പിലായി, ആളുകൾ സന്ദർശിക്കുന്നവരെ. കാരണം ആ ആയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആരാണ് ഖലീഫയാണ്
സ്വർഗാവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റത്തുൽ മുബശ്ശിരീൻ പറഞ്ഞതാണ്. സ്വർഗത്തിൽ ഒരു കൊട്ടാരം വരെയുണ്ട്, അതിൽ ഇണകളുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് ഈ ഒരു അവസ്ഥയിലാകുന്നത്. അപ്പൊ അതുപോലെ അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്തു. വഖറ, അതുപോലെ അദ്ദേഹം പാരായണം ചെയ്തു വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ സൂക്ഷിക്കണം. ثم توفى كل نفس ما كسبت وهم لا يظلمون. അന്ന് ഓരോ നഫ്സും ചെയ്തത് എന്താണോ അതിനനുസരിച്ചിട്ടുള്ളത് നൽകപ്പെടും. ഒരു ദുൽമും അവരോട് കാണിക്കൂല, അവരോടൊരു ദുൽമും കാണിക്കില്ല. ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്താണ്, ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള ആയത്താണ്. ثم قال, ഇത് പാരായണം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹ് അയ്യു മൗഇളത്തിൻ വഅല അല്ലാഹു സുബ്ഹാനഹു ഇബാദഹു ലൗ കാനൂ ഖാബിലീൻ. അടിമകൾ ഇത് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്തും മഹത്തരമായിട്ടുള്ള വഅളാണ്, ഉപദേശമാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നൽകിയിട്ടുള്ളത്. ചിന്തിക്കേണ്ട ആയത്താണ്, ഖുർആനിലെ അവസാന ആയത്താണ്, ഖുർആനിൽ ഇറങ്ങിയിട്ടുള്ള അവസാനത്തെ ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വഖറ, എന്നിട്ട് അദ്ദേഹം ഇതുകൂടി പാരായണം ചെയ്തു സൂറത്തുൽ ബഖറയിലെ 266-ാമത്തെ ആയത്ത് അയവദ്ദു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ, അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅനാബിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ലഹു ഫീ, ഒരു ഈന്തപ്പനത്തിന്റെയും മുന്തിരിയുടെയും തോട്ടം, അതിന്റെ ഇടയിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. ഫീഹാ മിൻ കുല്ലി സമറാത്ത്, അതിൽ എല്ലാവിധ കായ്ക്കനികളും ഉണ്ടാകുന്നുണ്ട്. ഒരാൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാൻ ഇഷ്ടപ്പെടുന്നോ ചോദിക്കുന്നത്. വഅസാബഹുൽ കിബർ, അങ്ങനെ അതിന്റെ മുതലാളിക്ക് പ്രായാധിക്യം വന്നു. വലഹു ദുർരിയത്തുൻ ദുഅഫാ, ആ ഇയാൾക്ക് വയസ്സായി, മക്കളാണെങ്കിലോ മക്കളെല്ലാവരും ദുർബലരുമാണ്, എന്തെങ്കിലും കുറവുകളുള്ളവരാണ്. ഫഅസാബഹാ ഇഅ്സാറുൻ ഫീഹാ നാറുൻ ഫഹ്തറഖത്, അങ്ങനെ ആ തോട്ടത്തിലേക്ക് ഇയാൾ പ്രായാധിക്യത്തിലായി, സഹായിക്കാനുള്ള മക്കൾ ദുർബലരാണ്. ആ സമയത്താണ് തോട്ടത്തിൽ ഒരു കാറ്റടിക്കുകയും അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നത്. അത് മൊത്തം നശിച്ചു പോവാണ്. അതുപോലെ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ഒരു ദൃഷ്ടാന്തം വിവരിച്ചു തരികയാണെന്ന് പറഞ്ഞു. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഹാദാ മസലുൻ ബറബഹുല്ലാഹു ലിഇബാദി, അള്ളാഹു അടിമകൾക്ക് ഉപമ പറഞ്ഞിട്ടുള്ള ഒരു ഉപമയാണിത്. ഇൻതഫഅ ബിഹി വഅബ്സറഹു മൻ അറാദ ബിറശാദിഹി, അള്ളാഹുവിൽ നിന്ന് നേർമാർഗം ഉദ്ദേശിക്കുന്നവർ ഇത് ഉറ്റാലോചിച്ച് അതിന് ഉപകാരം നേടും. യഖൂലുല്ലാഹു സുബ്ഹാന, അള്ളാഹു എന്താണ് പറഞ്ഞത്? മസലുർ റജുലി ഇദാ കബിറത് സിന്ന, ഇദാ കബിറത് സിന്നുഹു, ഒരു വ്യക്തി അവന് പ്രായം ആധിക്യമായി, വറഖ അൽമുഹു, അവന്റെ എല്ലുകൾ ദുർബലമായി, വകസുറ ഇയാലുഹു, അവന് കുറെ കുടുംബമുണ്ട്, അവന് മക്കളൊക്കെ കുറെ ഉണ്ട്, അവർക്കൊന്നും വേറെ കഴിവൊന്നുമില്ല, അവന് കുറെ കുടുംബവും ബാധ്യതകളും ഉണ്ട്. വഹ്താജ ലിസർഇഹി, അവൻ ആ കൃഷിയിൽ നിന്ന് കായ്ക്കനികൾ കിട്ടി ആവശ്യക്കാരനായിരിക്കുന്ന ഒരു സമയമാണ്, അങ്ങനെ ഒരാളാണ്. അവൻ ആവശ്യമുള്ള കിട്ടാനായിട്ടുള്ള സാധനം ആവശ്യമുള്ള സമയത്ത് തീ കത്തി നശിച്ചു പോവാൻ. കമസലി ഇബ്നു ആദം യഖൂമു യൗമൽ ഖിയാമ, ഇതെന്തിനാ ഉപമ പറഞ്ഞത്? ഒരു അടിമ മനുഷ്യൻ യൗമുൽ ഖിയാമയിൽ അല്ലാഹുവിന് മുമ്പിൽ നിൽക്കുന്നതിനാണ്. വഹുവ ഉരിയാനു ദംആനു ഫഖീറുൻ, അവൻ നഗ്നനാണ്, ദാഹിച്ച് വലഞ്ഞവനാണ്, ദരിദ്രനാണ്. ഇലാ മാ ഖദ്ദമ മിൻ അമലിൻ സാലിഹ്, അവൻ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളിലേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സമയമായിരിക്കും നാളെ പരലോകത്ത്. ആ സമയത്താണ് അവൻ നിൽക്കുന്നത്. തവഹമ അന്നഹു ലഹു, അവൻ വിചാരിക്കുന്നത് അവനുണ്ടാവും. അതായത് പ്രായമുള്ള ഒരാൾക്ക് കുറെ സ്വത്തുണ്ട് വിചാരിക്കുക. അപ്പൊ ആ സ്വത്ത് ഉണ്ടാക്കുമ്പോൾ ചെറുപ്പത്തിൽ ആ സ്വത്തൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോ പ്രായമുള്ളപ്പോ എന്താ വിചാരിക്കുക? പ്രായമുള്ളപ്പോ അതൊക്കെ ഉണ്ടാവും, അതിനാണല്ലോ ഒരുക്കി കൂട്ടി വെക്കുന്നത്. ഇപ്പൊ ബാങ്ക് ബാലൻസോ ബിസിനസ്സോ സ്വത്തൊക്കെ വാങ്ങി വെക്കുമ്പോ പ്രായമാകുമ്പോ ഇതൊക്കെ എനിക്ക് ഉണ്ടാവും. അപ്പൊ അതേപോലെ പരലോകത്ത് ഇയാള് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഇതൊക്കെ എനിക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ നിൽക്കുന്നത്. അവന്റെ തിന്മകൾ കാരണത്താൽ, അവന്റെ ന്യൂനതകൾ കാരണത്താൽ, അവന്റെ പ്രവർത്തനങ്ങൾ കാരണത്താൽ അതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അവൻ നന്മയായിട്ടുണ്ടാകുമെന്നുള്ളത് ഒന്നുമില്ലാതെ പരലോകത്ത് നിൽക്കുന്ന അവസ്ഥ. അവൻ ഏറ്റവും അധികം അത് ഉപകരിക്കുമെന്നുള്ള സന്ദർഭത്തിലാണ്, ആവശ്യമുണ്ടാകുന്ന സന്ദർഭത്തിലാണ് അതൊന്നും ഇല്ലാതായി പോകുന്നത്. അള്ളാഹു അതിനാണ് ഈ ആയത്തിൽ ഈ ഉപമ പറഞ്ഞത്. അപ്പൊ സൽക്കർമ്മങ്ങൾ എന്നുള്ളത് അത് അള്ളാഹു തആല സ്വീകരിക്കാൻ നമ്മൾ അതിയായി പണിയെടുക്കണം. ഒരു കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ കർമ്മം നഷ്ടപ്പെടാതിരിക്കാൻ. അതിന് മറ്റു പല കാരണങ്ങൾ കൊണ്ട് ആ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാം.
ഒളിഞ്ഞു പോകാതിരിക്കാൻ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഇതുപോലെയുള്ള ഏതെങ്കിലും സന്ദർഭത്തിൽ വായിക്കാം. അല്ലാഹു തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കാനും പകർത്താനും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.